മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ആൻഡ് സിംഗുലർ സൊല്യൂഷൻ. അപ്പോൾ എന്തായിരുന്നു പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പർട്ടിക്കുലർ സൊല്യൂഷൻ ഇപ്പോൾ നമുക്കറിയാം സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ y equal to sin x plus c is the solution of the differential equation y dash is equal to cos x. അപ്പോൾ y dash is equal to cos x എന്ന് പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ് y equal to sin x plus c. കാരണം നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y dash എന്താ വരിക? sin x ൻ്റെ ഡെറിവേറ്റീവ് cos x ആണ്. c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയി പോകും അല്ലേ സിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ y dash is equal to cos x ൻ്റെ സൊല്യൂഷൻ ആണ് എന്ത്? y equal to sin x plus c. ഈ c എന്ന് പറയുമ്പോൾ ഒരു പാരാമീറ്റർ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജനറൽ സൊല്യൂഷൻ ആണ്. ആൻഡ് സൊല്യൂഷൻ ഈസ് ഫ്രീ ഫ്രം ആർബിട്രറി പാരാമീറ്റർ. സൊല്യൂഷൻ ഇല്ല, ഇതിങ്ങനെ പാരാമീറ്റർ ഇല്ലാതെ ഈ സിക്ക് ഒരു വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ +1 എന്നുള്ളൊരു വാല്യൂ 2, 3 എന്ന് പറഞ്ഞ വാല്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് പറയാം. അതുപോലെ സിംഗുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? y dash is equal to cos x എന്ന് പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ് y equal to sin x plus c എന്ന് പറഞ്ഞു അല്ലേ. ഈ സിക്ക് നമുക്ക് ഒരുപാട് വാല്യൂ അസ്യൂം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ y equal to sin x plus 1, sin x plus 2, sin x plus 3, sin x plus 4 ഇതൊക്കെ എന്താണ്? നമുക്കറിയാം പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. അതൊന്നും അല്ലാതെ ഈ മോഡലിലേ അല്ലാതെ ഇപ്പോൾ y equal to മറ്റൊരു ഫംഗ്ഷൻ 2t എന്നോ എന്തെങ്കിലും പറയുന്ന ഒരു ഫംഗ്ഷൻ ഇതിൻ്റെ സൊല്യൂഷൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ആ ഗ്രൂപ്പിൽ പെടുന്നതല്ല, ആ ഫാമിലി ഓഫ് സൊല്യൂഷനിൽ വരാത്ത ഒറ്റപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു സൊല്യൂഷൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? സിംഗുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വെരിഫൈ ദാറ്റ് 1/1 plus c e raised to minus x is a one parameter family of the solutions of the first order differential equation y dash is equal to y minus y square and find the solution of initial value problem with the condition initial condition y of 0 is equal to 1/3. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ഈ y എന്ന് പറയുന്ന y equal to അല്ലെ ക്വസ്റ്റ്യനിൽ എന്താണ്? y equal to 1/1 plus c e raised to minus x is the solution of this differential equation എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ y of 0 equal to 1/3 ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സാധാരണ ഇവിടെ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ ആണെന്ന് ചെക്ക് ചെയ്യാറുള്ളത്? ഇത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി അല്ലേ. y equal to എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതായത് ഇതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും എന്താ മതി? ഈക്വൽ ആയാൽ മതി. y ഡാഷ് അപ്പോൾ നമുക്ക് ഇതിന് y ഡാഷ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 1/x ഡെറിവേറ്റീവ് എന്താ വരിക? -1/x² അല്ലേ. -1/x² എന്ന് പറഞ്ഞാൽ 1 plus c e raised to minus x into x² into -1/x² into ഇതിൻ്റെ ഡെറിവേറ്റീവ് c e raised to minus x ൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? c e raised to minus x into minus c അല്ലേ, മൈനസ് വരും. ഓക്കെ, -c e raised to minus x വരും. അപ്പോൾ ഈക്വൽ ടു നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഈ മൈനസ് പ്ലസ് ആവും. c e raised to minus x divided by 1 plus c e raised to minus x whole square. അപ്പോൾ ഇതന്നെ ആയിരിക്കും നിങ്ങൾ കോഷ്യന്റ് റൂൾ യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ y ഡാഷ് കിട്ടി. y ഡാഷ് is equal to c e raised to minus x divided by 1 plus c e raised to minus x whole square. അപ്പോൾ ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് കിട്ടി. റൈറ്റ് സൈഡും അത് തന്നെയാണോ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. y മൈനസ് y സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലും സെയിം ഈ ആൻസർ തന്നെയാണോ കിട്ടുന്നതെങ്കിൽ അതെന്താന്ന് പറയാം? നമുക്ക് സൊല്യൂഷൻ ആണ്. അത് y എന്ന് പറയുന്നത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് സൊല്യൂഷൻ ആണ് പറയാം. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. y മൈനസ് y സ്ക്വയർ അല്ലേ. y എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1 plus c raised to minus x minus 1/y സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ സ്ക്വയർ എടുക്കുക അല്ലേ. 1/1 plus c raised to minus x whole square എന്ന് വരും. ഓക്കെ, ഈക്വൽ ടു എന്ത് ചെയ്യാം? ഇതിന് നമുക്ക് LCM എടുത്താൽ മതി. LCM എടുക്കുന്നത് എന്താ വരിക? 1 plus c raised to minus x minus 1 divided by 1 plus c raised to minus x whole square എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു 1 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ c raised to minus x divided by 1 plus c raised to minus x whole square തന്നെ. അപ്പോൾ ഈ y മൈനസ് y സ്ക്വയറും y ഡാഷും എന്ത് തന്നെയാണ് കിട്ടുന്നത്? സെയിം ആൻസർ തന്നെയാണ് അല്ലേ. c raised to minus x divided by 1 plus c raised to minus x whole square. അതായത് ഈ രണ്ട് ഭാഗം എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ആ y എന്നുള്ള സൊല്യൂഷൻ അല്ലെ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ അതെന്താണ് കിട്ടി? രണ്ട് ഭാഗം ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? സൊല്യൂഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ തന്നിരുന്നത് y of 0 equal to -1/3 എന്നാണ് കേട്ടോ ക്വസ്റ്റ്യനിൽ. എൻ്റെ തെറ്റിപ്പോയതാണ്. അതായത് എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ എന്താണ്? -1/3. നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊരു? y equal to 1/1 plus c raised to minus x. വൈൻ്റെ വാല്യൂ -1/3 equal to 1/1 plus c raised to minus 0 എന്ന് വരും അല്ലേ. അപ്പോൾ എന്തൊരു? -1/3 equal to 1/1 plus c എന്ന് വരും. raised to 0 എന്താണ്? 1 ആണ്. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? -1 plus c equal to 3 എന്ന് വരും. ദാറ്റ് ഈസ് ഇവിടുന്ന് സിൻ്റെ വാല്യൂ അല്ലേ -1 minus c equal to 3 എന്ന് വരും. അപ്പോൾ ഇവിടുന്ന് c എന്താ വരിക? -c equal to
3 + 4 അപ്പോൾ സി ഈക്വൽ ടു എന്തൊരു -4. അപ്പോൾ സിൻ്റെ വാല്യൂ കിട്ടി എന്താണ് -4 ആണ്. ദാറ്റ് ഈസ് y ഈക്വൽ ടു 1/1 പ്ലസ് സിൻ്റെ വാല്യൂ എന്താണ് -4. ദാറ്റ് ഈസ് 1/-4 e⁻⁻x ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതാണ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. സി എന്നുള്ള വേരിയബിളിന് നമ്മൾ 4 എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുള്ള പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് ഈ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സോൾവ് dy/dx is equal to e⁻²x + 3y. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഇങ്ങനെ ആയിരിക്കും. സോൾവ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളോട് നിങ്ങൾക്ക് ഏതാ മെത്തേഡ് എന്നുള്ളത് തരാം. അതായത് ഇപ്പോൾ വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഓർഡറിൽ യൂസിങ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലാത്ത ക്വസ്റ്റ്യനിലൊക്കെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു മോഡൽ എങ്ങനെയാണെന്നുള്ളത് കണ്ടെത്തുക. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ആദ്യം ചെക്ക് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതല്ലെങ്കിൽ ജനറൽ ഫോമിലാണോ എന്നുള്ളതൊക്കെ നോക്കുക ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ. അതായത് dy/dx is equal to e⁻²x + 3y എന്നാണ് അല്ലേ. അപ്പോൾ അതായത് x⁻m + n നമുക്ക് എങ്ങനെ എഴുതാം x⁻m × x⁻n. ദാറ്റ് ഈസ് e⁻²x + 3y എങ്ങനെ എഴുതാം e⁻²x × e⁻3y എന്ന് എഴുതാം. ഓക്കെ, ദെൻ വിച്ച് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. കാരണം എക്സിൻ്റെ ടേമിനെ എക്സിലേക്കും വൈൻ്റെ ടേമിനെ വൈയിലേക്കും കൊണ്ടുവരാം. ദാറ്റ് ഈസ് ഇതിനെ എങ്ങനെ എഴുതാം dy/e⁻3y. e⁻3y ഞാൻ ഇങ്ങോട്ട് അടിയിലേക്ക് കൊണ്ടുവന്നു ഈക്വൽ ടു e⁻²x × dx എന്നുള്ള രൂപത്തിലായി. ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. എക്സിനെയും dy അല്ലേ ഒരുമിച്ചാക്കാൻ പറ്റി. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രൽ dy/e⁻3y ഈക്വൽ ടു ഇൻറ്റഗ്രൽ e⁻²x dx. അപ്പോൾ ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, ഇത് ശരിക്കും പറഞ്ഞാൽ e⁻−3y dy ആണ് അല്ലേ. ഈക്വൽ ടു e⁻²x dx ആണ് വരിക. ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e⁻−3y/-3 ഈക്വൽ ടു e⁻²x/2 + c എന്ന് വരും. ഓക്കെ, എന്ത് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇംപ്ലൈസ് എന്ത് വരും ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം ഇതിനോട് ക്രോസ് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് 2 e⁻−3y ഈക്വൽ ടു -3 e⁻²x + c എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതായിരിക്കും എൻ്റെ ഫൈനൽ സൊല്യൂഷൻ വരുന്നത്. വൈ നിങ്ങൾക്കത് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളത് കറക്റ്റ് ആദ്യം നോക്കുക. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് എന്ത് ചെയ്യാൽ മതി dxൻ്റെ ടേമിനെ അതിലേക്കും കൊണ്ടുവരില്ല. എക്സിൻ്റെത് dxലേക്കും വൈൻ്റെത് ഡിവൈയിലേക്കും കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx + y ഈക്വൽ ടു e⁻3x. ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഒന്നും കൂടെ ബെറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് മറ്റൊരു ഫോം അല്ലേ. dy/dx + p of x × y ഈക്വൽ ടു സം f of x or g of x എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സം g of x ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് dy/dx + p of x എന്നുള്ള രൂപത്തിൽ × y ഈക്വൽ ടു g of x. ഈ വൈൻ്റെ പ്ലേസിൽ സം y⁻² എങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബെർണോളി പറഞ്ഞതായിരുന്നു. അപ്പോൾ dy/dx ഇങ്ങനെ അല്ലെങ്കിൽ ഇതിന് മുന്നേ സം x' ഇങ്ങനെ എന്തെങ്കിലും x² എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഡിവൈഡ് ചെയ്യണം. അതിന് ശേഷമാണ് എഴുതേണ്ടത്. ഇതിപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഫോമിൽ തന്നെയാണ് ഈ കിട്ടിയിട്ടുള്ളത് അല്ലേ. dy/dx + y അല്ലേ. p of x-ൻ്റെ പ്ലേസിൽ ഇവിടെ എന്താണെന്നുള്ളൂ 1 ആണെന്നുള്ളൂ. ഈക്വൽ ടു g of x-ൻ്റെ പ്ലേസിൽ എന്താണ് e⁻3x എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക p of x അല്ലെ കമ്പയർ ചെയ്തിട്ട് p of x 1 ആണ്, g of x എന്ന് പറയുന്നത് e⁻3x ആണെന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തിരുന്നത് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് e⁻ഇന്റഗ്രൽ p of x dx which is equal to e⁻ഇന്റഗ്രൽ p of x എന്താണ് 1 dx അല്ലേ ഈക്വൽ ടു e⁻1ൻ്റെ ഇൻറ്റഗ്രൽ എന്താണ് x. അപ്പോൾ e⁻x ആണ് എന്ത് വരുന്നത് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ വരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് കംപ്ലീറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. ദാറ്റ് ഈസ് e⁻x × dy/dx + y × e⁻x ഈക്വൽ ടു e⁻3x × e⁻x വരും. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതായത് d/dx ഓഫ് ആ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ × y അങ്ങനെ ആയിരിക്കും എപ്പോഴും വരിക അല്ലേ. d/dx ഓഫ് നമ്മൾ ഏതാണോ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എടുത്തത് × y ആയിരിക്കും വരുന്നത്. ഈക്വൽ ടു e⁻3x × e⁻x എന്ന് പറഞ്ഞാൽ e⁻4x എന്ന് വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും ഈ ഡിഫറൻഷ്യൽ ഇത് പോകും അല്ലേ. അതായത് e⁻xy ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഡിഫറൻഷ്യലും ഇൻറ്റഗ്രേഷനും ക്യാൻസൽ ചെയ്ത് പോകും. e⁻xy ഈക്വൽ ടു ഇൻറ്റഗ്രൽ e⁻4x dx എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും e⁻xy ഈക്വൽ ടു e⁻4xനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരിക e⁻4x/4 + c ഉണ്ടാവും. ഓക്കെ,
എന്നിട്ട് നമുക്കിതിന് വൈ എന്നുള്ള ആൻസറാണ് കിട്ടേണ്ടത് അല്ലേ. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും വൈയിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈയിലേക്ക് എത്തിക്കുക. ദറ്റ് ഈസ് e⁻y ഈസ് ഈക്വൽ ടു e⁻4x പ്ലസ് c4 ഡിവൈഡഡ് ബൈ 4c അല്ലേ. ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ആണ്, ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വൈ കാൽക്കുലേറ്റ് ചെയ്യാം. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, e⁻4x ബൈ e⁻x4 അല്ലേ. e⁻x നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, പ്ലസ് 4c ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു e⁻x വരും. ഓക്കെ ഓക്കെ, ഇത്രയും ചെയ്തത് ക്ലിയർ ആയില്ലേ. ഇതിൽ നിന്നും ജസ്റ്റ് വൈ കാൽക്കുലേറ്റ് ചെയ്യുക, അത്രേ ചെയ്തുള്ളൂ. വൈ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ e⁻x കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടലി ഡിവൈഡ് ചെയ്യുക. രണ്ട് ഭാഗം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്തെന്നുള്ളൂ. ദറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് വരും, ഇവിടെ 4 ഉണ്ട് അല്ലേ. ദറ്റ് ഈസ് 1/4 ഇൻറ്റു e⁻4x ഡിവൈഡഡ് ബൈ e⁻4x ഡിവൈഡഡ് ബൈ e⁻x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, e⁻x മുകളിലേക്ക് പോയിട്ട് e⁻x ആയിട്ട് മാറും അല്ലേ. അപ്പോൾ e⁻4x മൈനസ് ഇൻറ്റു അല്ലേ, e⁻4x ഇൻറ്റു e⁻x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻3x വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, e⁻3x പ്ലസ് ഇവിടെ എന്താ വരിക, ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്യും, c⁻−x e⁻1/e⁻x ആണ് c⁻−x. അപ്പോൾ ഇതായിരിക്കും ഫൈനൽ സൊല്യൂഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ് അല്ലേ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് ഹോമോജീനിയസിനും ഉണ്ട് നോൺ ഹോമോജീനിയസിനും ഉണ്ട്. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, y1 y2 എക്സെട്ര yk എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. n of x into d raised to n divided by dx raised to n plus etc plus n out of x is equal to 0 എന്ന് എഴുതുമ്പോഴാണ് ഹോമോജീനിയസ്. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ് y1 y2 എക്സെട്ര yk. ഇങ്ങനെ ഒരുപാട് സൊല്യൂഷൻ ഇതിനുണ്ടെങ്കിൽ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ, അതായത് c1 y1 പ്ലസ് c2 y2 പ്ലസ് എക്സെട്ര പ്ലസ് ck yk എന്ന് പറയുന്നതും എന്തായിരിക്കും, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ y1 y2 എന്ന് പറഞ്ഞാൽ രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും അതും എന്തായിരിക്കും എന്ന് പറയുന്നത്, ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അത്രയേ ഉള്ളൂ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ കേട്ടോ. അപ്പോൾ അത് നോൺ ഹോമോജീനിയസിനും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ് ആൻഡ് പ്രൂഫും ചോദിക്കാം, കാരണം പ്രൂഫ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അതുപോലെ തന്നെ റോങ്സ്കിയൻ ഈ ഭാഗത്തു നിന്ന് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ എന്താണ് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഉള്ളത്. അപ്പോൾ ഒരു സെറ്റ് തന്നിട്ട് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തന്നതായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഭാഗത്ത് നിന്ന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സോൾവ് y" പ്ലസ് 9y is equal to 0 അല്ലേ. അപ്പോൾ ഇതൊരു ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ സെക്കൻഡ് ഓർഡറിൻ്റെ കേസിൽ ഫസ്റ്റ് ഓർഡറിനേക്കാൾ വളരെ സിമ്പിളാണ് സെക്കൻഡ് ഓർഡറിൽ. കുറച്ച് മെത്തേഡുകളേ ഉള്ളൂ, പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്നതാണ്. സെക്കൻഡ് ഓർഡറിൽ y" പ്ലസ് 9y equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ എഴുതാം. y" ആണെന്നുണ്ടെങ്കിൽ m² എന്ന് എഴുതാം, m². y' ഉണ്ടെങ്കിൽ m എഴുതുക. y ഉള്ള ടേമിന് ജസ്റ്റ് ആ കോൺസ്റ്റന്റ് എഴുതിയാൽ മതി. അപ്പോൾ m², y'' എന്ത് എഴുതുക, m². ഇനിയിപ്പോൾ സപ്പോസ് ഇവിടെ y' കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് എഴുതേണ്ടി വരും, m എന്നും കൂടെ എഴുതേണ്ടി വരും. ഇപ്പോൾ ഇവിടെ ആ ടേം ഇല്ല അല്ലേ. അപ്പോൾ എന്തായാലും കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് m² പ്ലസ് ഇവിടെ 9y ആണ്. അപ്പോൾ വൈന് അതുപോലെ എഴുതുക, ഈക്വൽ 9 അത് അല്ലേ. y ഉള്ള ടേമിന് നമ്മൾ എന്ത് ജസ്റ്റ് എഴുതിയാൽ മതി, അതിൻ്റെ മുമ്പ് വരുന്ന കോൺസ്റ്റന്റ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ m² പ്ലസ് 9 ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിലായിട്ട് മാറിയത്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതിയത്, m² പ്ലസ് 9 is equal to 0. ഇതിനെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, m² is equal to -9, ദാറ്റ് ഈസ് m is equal to √-9 അല്ലേ. എമ്മിൻ്റെ വാല്യൂ എന്താ വരിക, പ്ലസ് ഓർ മൈനസ് 3i കോംപ്ലക്സിലേക്ക് വന്നു. ഓക്കെ, 3i വന്നു. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് റൂട്ട് കിട്ടി, m1 is equal to 3i എന്ന് പറയുന്നതും m2 is equal to -3i എന്ന് പറഞ്ഞിട്ട്. ഇത് റിയലും നമ്മൾ ഒരുപാട് കേസ് പഠിച്ചിരുന്നു, റിയലും സെയിം ആവുന്നത്, റിയലും ഡിസ്റ്റിങ്ക്റ്റും ആവുന്നത്, കോംപ്ലക്സ് ആവുന്നത്. കോംപ്ലക്സ് ആകുമ്പോൾ ലാസ്റ്റ് ഫൈനൽ സൊല്യൂഷൻ എന്താ വരിക, y is equal to e⁻α(x) into a cos βx plus b sin βx. ഇതിൻ്റെ ഒരുപാട് ഫോമുകൾ ഉണ്ടായിരുന്നു, റിയൽ ആകുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ കോംപ്ലക്സ് ആകുമ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ m1 എന്ന് പറയുന്നതും m2 എന്ന് പറയുന്നതും, അതായത് m എന്ന് പറയുന്നത് എന്താണ്, ആൽഫ പ്ലസ് i ബീറ്റ എന്നുള്ള ഫോമിലാണ്. ഇവിടെ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ഇല്ല, 0 ആണ്. അതായത് 0 പ്ലസ് ഓർ മൈനസ് i3 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ആൽഫ എന്താണ്, 0 ആണ്, ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, 3 ആണ് വാല്യൂ. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, e⁻0 into x a cos ബീറ്റ, അല്ലെങ്കിൽ എന്ന് കൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ കൊടുക്കുക. സാധാരണ c1 കൊടുക്കാറുണ്ട്, c1 c2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എഴുതാം കേട്ടോ, കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊടുത്താൽ മതി.
നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? C1 cos ബീറ്റ, ബീറ്റ എന്താണ് ഇവിടെ 3 അല്ലേ, 3x പ്ലസ് C2 സൈൻ 3x. അപ്പോൾ ഇതായിരിക്കും സൊല്യൂഷൻ വരുന്നത്. വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. e⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, അപ്പോൾ ഈ വാല്യൂ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് എന്തായിട്ട് y = C1 C1 cos 3x പ്ലസ് C2 സൈൻ 3x. ഈ ഒരു ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം. ഇവിടെ നമുക്ക് എമ്മിൻ്റെ വാല്യൂ ഇപ്പോൾ +or-3 എന്ന് കോംപ്ലക്സ് അല്ലാതെ സാധാരണ റിയൽ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ, ഇപ്പോൾ ഒന്ന് -3 ഒന്ന് +3 ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ഈ ഫോർമാറ്റ് ഇങ്ങനെ ആവില്ല. അത് ഒരുപാടെണ്ണം ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളത്, റിയലും ഡിസ്റ്റിങ്ക്റ്റും ആകുമ്പോഴെങ്ങനെയാണ്, കോംപ്ലക്സ് ആകുമ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. x² y ഡബിൾ ഡാഷ് -2y = 0. ഇതൊക്കെ ജസ്റ്റ് സോൾവിനേ ഉള്ളൂ. അപ്പം നമ്മൾ കണ്ടെത്തണം ഇത് ഏതാണ് മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ്, അതായത് സെക്കൻഡ് ഓർഡർ തുടങ്ങുമ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ എന്നുള്ളൊരു സംഭവം പറഞ്ഞായിരുന്നു. അതായത് x² y ഡബിൾ ഡാഷ് അല്ലെങ്കിൽ y ഡബിൾ ഡാഷ് ഇങ്ങനെ വരിക. അതായത് ജനറൽ ഫോം എന്ന് പറയുന്നത് y ഡബിൾ ഡാഷ് പ്ലസ് p(x) × y ഡാഷ് പ്ലസ് q(x) × y = 0 ആണെങ്കിൽ അങ്ങനെ, അപ്പോൾ അത് ഹോമോജീനിയസ് ആവും. അല്ലെങ്കിൽ f(x) എന്ന് പറഞ്ഞാൽ മറ്റൊരു ടേം വരും. അപ്പോൾ ഇവിടെ y ഡാഷ് എന്ന് പറയുന്നില്ലേ, y ഡാഷിൻ്റെ കോയിഫിഷ്യൻറ്റ് വരുന്നില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡറിൽ ഇതുപോലെ ഒന്ന് പറഞ്ഞിരുന്നല്ലോ, y ഡാഷ് പ്ലസ് p(x) × y = 0 എന്നാവുന്ന കേസിൽ ഫസ്റ്റ് ഓർഡറിൽ നമ്മൾ പറഞ്ഞു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡ് ഓർഡറിൽ നമുക്ക് വേണമെങ്കിൽ ഈ y ഡബിൾ ഡാഷ് ഈ ഇക്വേഷനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? y ഡബിൾ ഡാഷ് അല്ലേ, y ഡബിൾ ഡാഷ് മൈനസ് ഈ x² കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ദാറ്റ് ഈസ് 2/x² y = 0 എന്ന് വരും. അപ്പോൾ ഇവിടെ p(x) ഇല്ല, y ഡാഷിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് p(x), അത് വരുന്നില്ല, y ഡാഷിനെ വരുന്നില്ല. പിന്നെ വരാൻ ചാൻസ് ഉള്ളത് എന്താണ്? y-ൻ്റെ കോയിഫിഷ്യൻറ്റ് q(x) ആണ്. അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എടുക്കുമ്പോൾ e⁻p(x) dx ആണ്, അത് ഇല്ല തന്നെ. അപ്പോൾ പിന്നെ നമുക്ക് ആ മെത്തേഡ് യൂസ് ചെയ്യാൻ ഇമ്പോസിബിൾ ആണ്. അതായത് റിഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് പോസിബിൾ അല്ല. പിന്നെ ഇങ്ങനെ വരുന്ന കേസിൽ, അതായത് x² y ഡബിൾ ഡാഷ് ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കോഷി-യൂളർ ഇക്വേഷൻ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കോഷി-യൂളർ ഇക്വേഷൻ എങ്ങനെ നമുക്ക് കോഷി-യൂളർ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം കോഷി-യൂളർ ഇക്വേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. കോഷി-യൂളർ ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് an(x⁻n) into d⁻n. ഓക്കെ, സാധാരണ നമ്മൾ എഴുതുന്ന x/dx⁻n പ്ലസ് എക്സെട്ര പ്ലസ് a0y = 0. ഇതാണല്ലോ നമ്മുടെ സാധാരണ ഒരു ഇക്വേഷൻ. ഇവിടെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ നമ്മളിവിടെ വേരിയബിൾ മാറ്റി കൊടുക്കുക ചെയ്യുക. അതായത് x നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും e⁻z എന്നുള്ളത്. എക്സിന് എന്താക്കി കൊടുക്കും? e⁻z. അപ്പോൾ ഇതിന് നമുക്ക് z എന്ത് എഴുതാം? z ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ലോഗരിതം എടുത്താൽ മതി. അപ്പോൾ log x വരും, x(z) = log x. അപ്പോൾ ഇവിടുന്ന് ഞാൻ ജസ്റ്റ് dz/dx കാൽക്കുലേറ്റ് ചെയ്ത് എന്താ വരിക? dz/dx ആണ് 1/x വരും അല്ലേ. അപ്പോൾ അതുപോലെ അപ്പോൾ ഇവിടെ d⁻n(x)/dx⁻n. അപ്പോൾ ഇതിൽ ഓരോന്നിലും d⁻ny/dx⁻n അങ്ങനെ ഉണ്ടല്ലോ, ആ ടേമിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മാറ്റി കൊടുക്കുക ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഫൈനലി നമ്മൾ ഇതിനെ കംപ്ലീറ്റ് മാറ്റിയിട്ട് ഇതിനെ z-ൻ്റെ ടേമിലേക്ക് കൊണ്ടുവരും. dy/dx എന്നുള്ളതിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? d/dz എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവരിക ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെ ആയിരിക്കും ഇനി വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറിയോ, x/dy നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ x/dy/dx അതായത് xy ഡാഷ് അല്ലെങ്കിൽ xy ഡാഷ് എന്ന് കാണുന്നിടത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? dy എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ x² y ഡബിൾ ഡാഷ് അല്ലെങ്കിൽ x² d²y/dx² എന്ന് കാണുന്നിടത്ത് എന്ത് ചെയ്യുക? d × d-1y എന്ന് എഴുതാം. ഓക്കെ, d × d-1y നമുക്ക് അവിടെ ഇരുന്നോട്ടെ, അത് പിന്നെ എഴുതാം. x³ d²y/dx² എന്നുള്ളത് എന്ത് ചെയ്യാം? d × d-1 × d-2y എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ നമ്മളതിനെ ജനറലൈസ് ചെയ്യുക. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? x/dy/dx എന്ന് കാണുന്നിടത്ത് dy, x² എന്ന് കാണുന്നിടത്ത് d × d-1 × y, x³ എന്ന് കാണുന്നിടത്ത് d × d-1 × d-2 × y എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നമ്മളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ സാധാരണ നമ്മളെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ഫോമിലേക്ക് എത്തും. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ? നമുക്ക് കോഷി-യൂളർ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം അല്ലേ. ഞാൻ പറഞ്ഞു x/dy/dx എന്നുള്ളത് എന്ത് കൊടുക്കുക? dy അല്ലേ,
എക്സ് സ്ക്വയർ ഇങ്ങനെ എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഇൻറ്റു ഡി മൈനസ് 1y. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തതല്ലേ ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ, എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പോൾ അതിൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഇതിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, ഡി ഇൻറ്റു ഡി മൈനസ് 1 കൊടുക്കാം. ഓക്കെ, ആ വൈ അവിടെ നിൽക്കട്ടെ, ഡി ഇൻറ്റു ഡി മൈനസ് 1 ഇൻറ്റു വൈ തന്നെ. വൈ വേണമെങ്കിൽ നമുക്ക് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൈനസ്, ഇപ്പോൾ ഇത്രയും എഴുതി മൈനസ് 2y ഇതിലുണ്ടല്ലേ. അപ്പോൾ ആ വൈനെ നമുക്ക് കോമൺ ആക്കി കൊടുക്കാം. രണ്ടിലും വൈ ഉണ്ടല്ലോ, ഇവിടെയും വൈ ഉണ്ട് ഇവിടെയും വൈ ഉണ്ട്. ആ വൈ കോമൺ ആക്കി കൊടുത്തിട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എങ്ങനെ വരും, ഡി സ്ക്വയർ അല്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി സ്ക്വയർ മൈനസ് ഡി മൈനസ് 2 ഇൻറ്റു വൈ ഈക്വൽ ടു 0 എന്നായി അല്ലേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, വൈനുള്ളിലേക്ക് ഡി സ്ക്വയർ വൈ മൈനസ് ഡി വൈ മൈനസ് 2y ഈക്വൽ ടു 0. ഇപ്പോൾ ഇതെന്തായിട്ട് മാറി, ഇതിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, അതായത് ഡി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ വരിക, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡി ബൈ ഡി സെറ്റിനെയാണ് ഡി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇത് എന്തായിട്ട് മാറി, ഡി വേരിയബിൾ മറ്റൊരു വേരിയബിളിലേക്ക് മാറിയെന്നുള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല അല്ലേ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നുണ്ടായതുകൊണ്ട് ഡി സെഡ് സ്ക്വയർ ആയിട്ട് മാറിയെന്നുള്ളൂ. ഓക്കെ, മൈനസ് ഡി ബൈ അല്ലേ, ഡീൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഡി ബൈ ഡി സെഡ്. അപ്പോൾ ഇതെന്താ വരിക, ഡി വൈ ബൈ ഡി സെഡ് മൈനസ് 2y ഈക്വൽ ടു 0 എന്നായിട്ട് മാറിയില്ലേ. അപ്പോൾ ഇതെന്താ ആയത്, അതായത് വൈ ഡബിൾ ഡാഷ് അല്ലേ, വൈ ഡബിൾ ഡാഷ് മൈനസ് വൈ ഡാഷ് മൈനസ് 2y is equal to 0 എന്നുള്ള ഫോമിലേക്ക്. ഇത് കറക്റ്റ് നമുക്കിനി എന്ത് ചെയ്യുക, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടെത്തി കൂടെ. അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഇക്വേഷൻ ഇങ്ങനെ ആക്കി മാറ്റി. എങ്ങനെയാണ് മാറ്റിയത്, യൂളർ അല്ലെ, കോഷി യൂളർ ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട്. കോഷി യൂളറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് എന്നുള്ളടുത്ത് ഡി ഇൻറ്റു ഡി മൈനസ് 1y എന്ന് എഴുതുക അല്ലെ, എക്സ് ഡി വൈ എന്നുണ്ടെങ്കിൽ ഡി വൈ എന്ന് എഴുതുക. അപ്പോൾ നമ്മളത് ഇവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി ഇൻറ്റു ഡി മൈനസ് 1 മൈനസ് 2y, വൈ രണ്ടിലും കോമൺ ആണ്, ഈക്വൽ ടു 0 എന്ന് എഴുതുക. വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്തായിട്ട് മാറും, ഡി സെഡ് സ്ക്വയർ ആയിട്ട് മാറും, മൈനസ് മറ്റൊരു വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലേ. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എം സ്ക്വയർ മൈനസ് എം അല്ലെ, വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എം സ്ക്വയർ, വൈ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം മൈനസ് 2y ഈക്വൽ ടു 0 എന്നായിട്ട് മാറും. അപ്പോൾ മൈനസ് 2 വൈ വേണം, മൈനസ് 2 ഈക്വൽ ടു വൈൻ്റെ തൊട്ട് മുമ്പിലുള്ള കോൺസ്റ്റൻറ്റ് എഴുതാം. അപ്പോൾ ഇതെന്തായിട്ട് മാറി, ഇത് കറസ്പോണ്ടിങ് നമുക്ക് ഇക്വേഷൻ കണ്ടെത്താം അല്ലെ, എമ്മിൻ്റെ വാല്യൂ കണ്ടെത്താം. സ്ക്വയർ അല്ലെ മൈനസ് എം മൈനസ് 2 ഈക്വൽ ടു 0. ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം, അതായത് മൈനസ് ബി പ്ലസ് 4 മൈനസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. അപ്പോൾ രണ്ട് വാല്യൂ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്താൽ മതി. ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ M1ൻ്റെ വാല്യൂ കിട്ടും, M1 കിട്ടുന്നത് 2, M2 കിട്ടുന്നത് -1 ആണ്. രണ്ട് വാല്യൂ കിട്ടും, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എന്താ കിട്ടുന്നത്, രണ്ട് വാല്യൂം റിയൽ വാല്യൂസ് ആണ്. രണ്ടും എന്താണ്, കോംപ്ലക്സ് ഒന്നുമല്ല, റിയൽ വാല്യൂസ് ആണ്. രണ്ടും എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആണ്. രണ്ടും വ്യത്യസ്തമാണ് അല്ലേ. നമ്മളിങ്ങനെ സൊല്യൂഷൻ പറയുന്നത് y is equal to c1 e raised to m1 x ആയിരുന്നു. പക്ഷെ നമ്മുടെ വേരിയബിൾ ഇപ്പോൾ എക്സിനെ നമ്മൾ എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്, സെഡിലേക്ക്. അപ്പോൾ ഇവിടെ z എന്ന് കൊടുക്കണം, c1 e raised to m1 z പ്ലസ് c2 e raised to m2 z എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് y is equal to c1 e raised to m1 എന്താ നമുക്ക് കിട്ടിയ വാല്യൂ 2z പ്ലസ് c2 e raised to m2 എന്ന് കിട്ടിയത് -z. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെക്കൻഡ് ഓർഡറിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഷി മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. വളരെ സിമ്പിളാണ്. കോഷിയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് കാണുന്നിടത്ത് ഡി വൈ എന്ന് കൊടുക്കുക. എക്സ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഡി ഇൻറ്റു ഡി മൈനസ് 1, എക്സ് ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ ഡി ഇൻറ്റു ഡി മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് 2 കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയുള്ള സെക്കൻഡ് ഓർഡറിലെത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ, നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വാല്യൂ നോക്കുക. ഇത് നിങ്ങൾ പിന്നെ പഠിച്ചു വെക്കുക തന്നെ വേണം കേട്ടോ. രണ്ടും റിയൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, സെയിം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, കോംപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ ഒക്കെ എങ്ങനെയാണ് വാല്യൂ വരിക എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സെക്ഷൻ ബിയിൽ വരുന്നതാണ്. സെക്ഷൻ ബിയിൽ വരാൻ ചാൻസ് ഉള്ള ഫസ്റ്റ് ഓർഡർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സാക്റ്റ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ. അതായത് എം ഡി എക്സ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, സം ഫംഗ്ഷൻ ഇൻറ്റു അല്ലേ എം, അതായത് എക്സ് വൈയിലുള്ളൊരു ഫംഗ്ഷൻ ഡി എക്സ് പ്ലസ് എക്സ് വൈയിലുള്ളൊരു ഫംഗ്ഷൻ ഡി വൈ ഈക്വൽ ടു 0 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ എക്സാക്റ്റ് ആണോ എന്നല്ല ചോദിച്ചിട്ടുള്ളത്, സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. എക്സാക്റ്റ് ആണോ ചോദിക്കാം. എക്സാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എമ്മും എന്നും എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എം ബൈ ഡോ എക്സ് ആണോ ചെക്ക് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. സോൾവ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ ഫോം പി ക്യൂ എന്നുള്ള ഫോമിലായിരിക്കും അല്ലേ. പി ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു 0. അതായത് ഇത് എക്സാക്റ്റ് ആവില്ല. എക്സാക്റ്റ് ആക്കിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സോൾവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് എന്താണ്, പി ഈസ് ഈക്വൽ ടു എക്സ് വൈ ആണ്,
Q is equal to 2x square plus 3y square minus 20 ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എക്സാക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മാർഗം നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലേ. 1/p ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ചെക്ക് ചെയ്യുക. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫംഗ്ഷൻ ഓഫ് വൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആ ഇൻറ്റിഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് ഇതിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സാക്റ്റ് ആണോ എന്ന് പ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 1/q വരെ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ 1/p ഞാൻ ജസ്റ്റ് 1/p നോക്കുമ്പോൾ 1/xy ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണ്. ഇതിന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വരും 4x എന്ന് വരും അല്ലേ. 4x മൈനസ് ഡോ പി ബൈ ഡോ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും, ഇസ് ഈക്വൽ ടു 1/xy ഇൻറ്റു 3x എന്ന് വരും. അപ്പോൾ എന്ത് വരും, 3/y എന്ന് വരും. ഇസ് എ ഫംഗ്ഷൻ ഓഫ് y അലോൺ അല്ലെ, എഫ് ഓഫ് y എന്നുള്ളൊരു ഫോമിലാണ് വരുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ എഫ് ഓഫ് e റേസ് ടു ഇൻറ്റഗ്രൽ എഫ് ഓഫ് y dy, ദാറ്റ് ഈസ് e റേസ് ടു ഇൻറ്റഗ്രൽ 3/y dy എന്ന് വരും. ഓക്കെ, അപ്പോൾ e റേസ് ടു ഇൻറ്റഗ്രൽ 1/yൻ്റെ ഇൻറ്റഗ്രൽ എന്താ വരിക, ലോഗ് അല്ലേ. ദാറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് കിട്ടും നമുക്ക്, e റേസ് ടു ലോഗ് അല്ലേ. ഇവിടെ ഒരു 1/3 ഉണ്ട്, ലോഗ് y എന്ന് വരും. ഓക്കെ, ലോഗ് y എന്ന് വരും. അപ്പോൾ ലോഗിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 3നെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ദാറ്റ് ഈസ് ഇത് y³ ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ലോഗും ഇയും ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു y³ ആണ് വരും. അപ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടി എന്താണ്, y³. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, ആ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് ടോട്ടൽ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് xy ഇൻറ്റു y³ dx പ്ലസ് 2x സ്ക്വയർ y³ ഇതിൽ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി അല്ലേ. 2x സ്ക്വയർ y³ പ്ലസ് 3y സ്ക്വയർ ഇൻറ്റു y³ മൈനസ് 20y³ ഈക്വൽ ടു 0 dy ഈക്വൽ ടു 0 കേട്ടോ. ഇത് ചെയ്യുമ്പോൾ xy റേസ് ടു 4 dx പ്ലസ് 2x സ്ക്വയർ y³ പ്ലസ് 3y റേസ് ടു 5 വരും. y സ്ക്വയർ ഇൻറ്റു y³ ആണ് y റേസ് ടു 5 മൈനസ് 20y³ ഈക്വൽ ടു 0 വരും. അപ്പോൾ ഇതെന്തായി, dx. ഇപ്പോൾ ഇത് എക്സാക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി എക്സാക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതുക, m dx പ്ലസ് n dy ഈക്വൽ ടു 0. അതായത് m എന്ന് പറയുന്നത് ഇതെന്തായിരിക്കും, xy റേസ് ടു 4 ആയിരിക്കും. n എന്ന് പറയുന്നത് എന്തായിരിക്കും, 2x സ്ക്വയർ y³ പ്ലസ് 3y റേസ് ടു 5 മൈനസ് 20y റേസ് ടു 5 അല്ലേ, y³ ആയി. ഇനി ഡോ എം ബൈ ഡോ വൈ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും വരിക, ഡോ എം ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇതിന് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4xy³ എന്ന് വരും. ഡോ എം ബൈ ഡോ എക്സ് എന്തായിരിക്കും, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇതിന് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്ത്, ദാറ്റ് ഈസ് 4xy³. ഇതിൽ എക്സ് ഇല്ല, ഇതിലും എക്സ് ഇല്ല, അപ്പോൾ അത് പോകും അല്ലേ. അപ്പോൾ എന്താ, ഡോ എം ബൈ ഡോ വൈ ഡോ എം ബൈ ഡോ എക്സ് എന്താണെന്ന് കിട്ടി, 4xy³ ഈക്വൽ ആണ് കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യുക, ഈക്വൽ ആണ് കിട്ടി കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. അതായത് ഇൻറ്റഗ്രൽ m dx പ്ലസ് n dy ഇതാണ് നമ്മൾ എഴുതാറില്ല. അപ്പോൾ ഇവിടെ ഒരു ടേം ഉണ്ട്, എക്സ് കണ്ടെയ്ൻ ചെയ്യാത്ത m വേണം എടുക്കാൻ അല്ലേ, വാല്യൂ വേണം എടുക്കാൻ. m dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ xy റേസ് ടു 4 dx പ്ലസ് n dy എന്ന് പറഞ്ഞാൽ എന്നിൽ എല്ലാതും എടുക്കരുത്, എക്സ് ഇല്ലാത്ത n മാത്രം എടുക്കുക. അപ്പോൾ എക്സ് ഇല്ലാത്ത വാല്യൂ ഇതിൽ എക്സ് ഉണ്ട്, അപ്പോൾ അത് എടുക്കരുത്. അപ്പോൾ ഇത് രണ്ടും എടുക്കുക അല്ലേ. 3y റേസ് ടു 5 മൈനസ് 20y³ എന്ന് വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തൊരു എക്സ്, ഇവിടെ എക്സ് സ്ക്വയർ അല്ലേ, എക്സ് സ്ക്വയർ ബൈ 2y റേസ് ടു 5 പ്ലസ് 3y റേസ് ടു 6/6 മൈനസ് 20y റേസ് ടു 4/4 പ്ലസ് c. ഇതന്നായിരിക്കും ആൻസർ. ഇതിന് ചെറുതാക്കാണ്ടെങ്കിൽ ചെറുതാക്കുക കേട്ടോ, ഇതായിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, ഈ പ്രോബ്ലം നമ്മൾ ഒരുപാട് ചെയ്തതായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എക്സ് dx ഇൻറ്റു സം ബ്രാക്കറ്റ് dy ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് എക്സാക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എക്സാക്റ്റ് ചെക്ക് ചെയ്യുക, സോൾവ് ചെയ്യുക. സോൾവ് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 1/p എന്നുള്ള ഫോം നോക്കുക, 1/q എന്നുള്ള ഫോം. 1/p ആണ് വരുന്നതെങ്കിൽ ഇവിടെ ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണ് ആദ്യം വരുന്നത്. 1/q ആണെന്നുണ്ടെങ്കിൽ ഡോ പി ബൈ ഡോ വൈ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. y" പ്ലസ് 36y ഈക്വൽ ടു cosec 3x by using variation of parameter. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല, വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇതിൽ യൂളർ ഫംഗ്ഷൻ വരുന്നത് അല്ലേ, സെക്കൻഡ് ഓർഡറിൽ കോഷി യൂളർ മെത്തേഡും അതുപോലെ തന്നെ വേരിയേഷൻ ഓഫ് പാരാമീറ്ററും, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ആണ് സെക്കൻഡ് ഓർഡറിൽ ചോദിക്കുന്നതെങ്കിൽ ബൈ വേരിയേഷൻ ഓഫ് പാരാമീറ്റർ തന്നെ സ്പെസിഫൈ ചെയ്ത് ചോദിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, വേരിയേഷൻ ഓഫ് പാരാമീറ്റർ കുറച്ച് ലെങ്തിയാണ്, അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ചോദിക്കാനേ സാധ്യതയുള്ളൂ. m1 എന്ത് കിട്ടി, 6i എന്ന് അല്ലേ, m2 എന്ന് പറയുന്നത് -6i ആണെന്ന് കിട്ടി. ഓക്കെ,
അപ്പോൾ നമുക്ക് വൈ സി, ഈ വൈ സി ഹോമോജീനിയസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിൽ വൈ സി മാത്രം കിട്ടിപ്പോൾ. എന്താ വൈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലെക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്, ഇ റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു എ കോസ് അല്ലെങ്കിൽ C1 കോസ് ബീറ്റ എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ എക്സ് അല്ലേ, ഈക്വൽ ടു. ഇനി ഇങ്ങനെ സെക്കൻഡ് ഓർഡറിൻ്റെ ജസ്റ്റ് ഒരു ഹോമോജീനിയസ് ഇക്വേഷനാണ് തന്നിട്ടുള്ളെങ്കിൽ നിങ്ങൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക. റിയൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കൊടുക്കുക, കോംപ്ലെക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ കൊടുക്കുക. വളരെ സിമ്പിളാണ് അത് കേട്ടോ, അത് നന്നായിട്ട് ഓർത്തിരിക്കുക. ദെൻ ഇ റൈസ് ടു ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള എമ്മിൻ്റെ വാല്യൂ എന്താണ്, 0 ± 6 ആയതാണ് അല്ലേ. അതായത് ആൽഫ എന്ന് പറയുന്നത് 0യും ബീറ്റ എന്ന് പറയുന്നത് എന്താണ് 6 ആണ്. ഇ റൈസ് ടു 0 × എക്സ് C1 cos 6x പ്ലസ് C2 sin 6x എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വൈ സി എന്ന് പറയുന്ന സൊല്യൂഷൻ. ഇപ്പോൾ വൈ സി കിട്ടിയ എന്താണ്, C1 ഇത് 1 ആയി പോകും, C1 cos 6x പ്ലസ് C2 sin 6x. അപ്പോൾ ഇതിൽ വൈ സി കിട്ടി, y = വൈ സി പ്ലസ് വൈ പി എന്ന് എഴുതണ്ടേ. വൈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹോമോജീനിയസിന് നോൺ ഹോമോജീനിയസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ. അത് നമ്മൾ വാരിയേഷൻ ഓഫ് പാരാമീറ്ററിൽ എങ്ങനെ കണ്ടെത്തും, അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വൈ സി കിട്ടി. വൈ പി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഇത്, പഠിച്ചു വെക്കുക കേട്ടോ. u1 of x ഇൻറ്റു y1 of x പ്ലസ് u2 of x ഇൻറ്റു y2 of x. ഇവിടെ u1 എന്താണ്, y1 എന്താണ്, u2 എന്താണ്, y2 എന്താണെന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ ഇവിടെ y1 of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1, ഈ വൈ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ C1 y1 of x പ്ലസ് C2 y2 of x ആയിരുന്നു. അപ്പോൾ y1 of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, cos 6x ആണ്. y2 of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, sin 6x. അതായത് വൈ സിക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മൾ y1ഉം y2 എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ വൈ പിയിലെ y1ഉം y2 എന്താണെന്നുള്ളത് കിട്ടി, അത് വൈ സിയിൽ വരുന്ന വാല്യൂ തന്നെയാണ്. ഇനി ഇതിൽ u1 of x ഉണ്ട്. u1 of xും u2 of xും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ റോങ്സ്കിയാനൊക്കെ വേണം. u1 of x പറഞ്ഞാൽ ഇൻറ്റഗ്രൽ മൈനസ് y2 of x. ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക, u1ൻ്റെ വാല്യൂം u2ൻ്റെ വാല്യൂം എന്താണെന്ന് കേട്ടോ. ഇൻറ്റഗ്രൽ മൈനസ് y2 of x ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ റോങ്സ്കിയൻ ഓഫ് w അല്ലെ, റോങ്സ്കിയൻ ഓഫ് y1 y2 dx. ഇതാണ് u1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ u2 of x എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ y1 of x into f of x divided by Wronskian of y1 y2 dx ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ u1ഉം u2 ഓർത്തിരിക്കുക. അപ്പോൾ വൈ സി കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നോൺ ഹോമോജീനിയസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വൈ പി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് u1 of x into y1 of x പ്ലസ് u2 of x into y2 of x. ഇതിൽ u1ഉം u2 എന്ന് പറഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് വൈ സിയിൽ വരുന്ന ഈ രണ്ട് വാല്യൂസ് ആണ്, അത് കിട്ടി. ഇനി u1 of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻറ്റഗ്രൽ മൈനസ് y2 of x. ഈ മൈനസ് y2 of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ വരുന്ന ഈ y2 തന്നെയാണ്, ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് നമ്മൾ നോൺ ഹോമോജീനിയസിന് കറസ്പോണ്ടിങ്ങിൽ എഴുതുന്നത്. അപ്പോൾ ഇവിടെ എഴുതുന്ന ഈ വാല്യൂ ആണിത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊസീക്ക് 3x ആയിരിക്കും എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ റോങ്സ്കിയൻ ഓഫ് y1 y2. എങ്ങനെയാണ് റോങ്സ്കിയൻ ഓഫ് y1 y2 നമ്മൾ ചെക്ക് ചെയ്തിരുന്നത്, ഇവിടെ അപ്പോൾ നമുക്ക് y1 കിട്ടി cos 6x ആണ്, y2 കിട്ടി sin 6x ആണ്. അപ്പോൾ റോങ്സ്കിയൻ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ y2 ഇതുപോലെ ചെക്ക് ചെയ്യുക, എന്നിട്ട് ഇത് പ്ലസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വൈ പി കിട്ടും. എന്നിട്ട് വൈ പി പ്ലസ് വൈ സി ആണ് എന്ത് വരുന്നത്, y എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് നമുക്ക് ലെങ്തിയാണ്, പക്ഷെ ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം യൂസ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടി അല്ലേ, y1 എന്ന് പറയുന്നത് എന്തായിരുന്നു, cos 6x ആയിരുന്നു, y2 എന്ന് പറയുന്നത് എന്താണ്, sin 6x. ഇതാണ് നമുക്ക് വേണ്ട വാല്യൂ. ഇനി നമുക്ക് u1 of x കാൽക്കുലേറ്റ് ചെയ്യാം. u1 of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഇക്വേഷൻ, ഇൻറ്റഗ്രൽ മൈനസ് y2 of x ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ റോങ്സ്കിയൻ ഓഫ് y1 y2. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, റോങ്സ്കിയൻ ഓഫ് y1 y2 ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ റോങ്സ്കിയൻ ചെക്ക് ചെയ്തത്, റോങ്സ്കിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y1 y2 y1 ഡാഷ് y2 ഡാഷ് അല്ലേ, ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ y1 y2 എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂ എന്താണ്, ഇവിടെ y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos 6x, ഇവിടെ sin 6x, y1 ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് cos 6xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് sin 6x ഇൻറ്റു 6 എന്ന് വരും അല്ലേ, കോസിൻ്റെ ഡെറിവേറ്റീവ്. sin 6xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, cos 6x ഇൻറ്റു 6 എന്ന് വരും. ഓക്കെ, അപ്പോൾ റോങ്സ്കിയൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് എടുക്കുക. എന്ത് വരും, 6 cos സ്ക്വയർ 6x മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് 6 sin സ്ക്വയർ 6x എന്ന് വരും. ഓക്കെ, കോസ് സ്ക്വയർ അവിടെ രണ്ടിലും 6 കോമൺ ആണ്. അപ്പോൾ 6 ഇൻറ്റു cos സ്ക്വയർ 6x പ്ലസ് sin സ്ക്വയർ 6x എന്താ വരിക, 6 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എന്ന് വരും. അപ്പോൾ റോങ്സ്കിയൻ കിട്ടിയ എന്താണ്, 6 ആണ്. ഓക്കെ,
ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് എഴുതാം, ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് വൈ ടു ഓഫ് എക്സ്. വൈ ടു ഓഫ് എക്സ് എന്താണ്, സൈൻ 6x. അപ്പോൾ മൈനസ് വൈ ടു ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ 6x ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താണ്, കൊസീക് 3x അല്ലേ, കൊസീക് 3x ഡിവൈഡഡ് ബൈ റോങ്സ്കിയൻ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ് 6 ആണുള്ളത്. ഓക്കെ, ഈക്വൽ ടു മൈനസ് സൈൻ 6x ഇൻറ്റു കൊസീക് 3x എങ്ങനെ എഴുതാം, 1 ബൈ സൈൻ 3x ബൈ 6 എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് ഇവിടെ ക്വസ്റ്റ്യൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഒന്നെങ്കിൽ ഇത് 4 അങ്ങനെയാണ് കേട്ടോ, ഇത് ശരിക്കും 6 വരാനാണ് ചാൻസ്. 6 ഉണ്ടെങ്കിലാണ് നമുക്കിവിടെ കറക്റ്റ് കിട്ടുക. മൈനസ് സൈൻ 6x ഇൻറ്റു 1 ബൈ സൈൻ 6x എന്നാണ് വരിക. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് മൈനസ് 1 ബൈ 6 എന്ന് വരും. ഓക്കെ, ഇൻറ്റഗ്രൽ മൈനസ് 1 ബൈ 6 dx കറക്റ്റ് അങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിയപ്പോൾ സപ്ലിമെൻ്ററിയിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. വേരിയേഷൻ പാരാമീറ്റർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെയാണ് ചെയ്യേണ്ടത്. u1 ഇങ്ങനെ ചെക്ക് ചെയ്യുക. അപ്പോൾ എന്ത് വരും, മൈനസ് 1 ബൈ 6 മൈനസ് എക്സ് ബൈ 6 എന്ന് വരും. അപ്പോൾ ഇതായിരിക്കും എന്ത് വരുന്നത്, u1 ഓഫ് എക്സ്. അതുപോലെ എന്ത് ചെയ്യുക, u2 ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. u2 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ y1 ഓഫ് എക്സിൻ്റെ എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ റോങ്സ്കിയൻ. അപ്പോൾ y1 ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോസ് ആണ് ഇവിടെ വരിക അല്ലേ. കോസ് 6x ഇൻറ്റു കൊസീക്ക് 6x ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ഈക്വൽ ടു ഇൻറ്റഗ്രൽ കോസ് 6x ഇൻറ്റു 1 ബൈ സൈൻ 6x ബൈ 6 എന്നാണ് വരിക കേട്ടോ. അപ്പോൾ ഇവിടെ കോസ് 6x ഡിവൈഡ് ബൈ സൈൻ 6x എന്ന് പറഞ്ഞാൽ താഴെയുള്ളതിൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണ്, ലോഗ് മോഡ് സൈൻ 6x അല്ലേ ബൈ 6 എന്ന് വരും. ഓക്കെ, ഇതായിരിക്കും ആൻസർ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് 1 ബൈ 6 ഇൻറ്റു ലോഗ് സൈന് 6x എന്നുള്ളതാണ് എന്ത് കിട്ടുന്നത്, u1 ഓഫ് എക്സ്. u2 ഓഫ് എക്സ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇനി അതുപോലെ u1 ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിരുന്നു, മൈനസ് എക്സ് ബൈ 6 ആണെന്നുള്ളത്. എന്ത് ചെയ്യുക, അത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്ത് എഴുതുക. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ yp ഈസ് ഈക്വൽ ടു u1 ഓഫ് എക്സ് ഇൻറ്റു y1 ഓഫ് എക്സ് എന്ന് എഴുതുക. u1 ഓഫ് എക്സ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് മൈനസ് എക്സ് ബൈ 6 ഇൻറ്റു കോസ് 6x പ്ലസ് y2 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഇൻറ്റു ഇത് എന്ന് എഴുതുക. അപ്പോൾ എന്ത് കിട്ടി, yp കിട്ടി കഴിഞ്ഞാൽ yc നേരത്തെ നമ്മൾ കണ്ടെത്തിയിരുന്നു. ആ ycയും yp ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, y കിട്ടും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് വേരിയേഷൻ വരിക. ഇനി ഇതിൽ വരാൻ ചാൻസ് ഉള്ളത് ഫസ്റ്റ് ഓർഡറിൽ യൂളർ ചോദിച്ച് കണ്ടിട്ടോ. ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നില്ല, പക്ഷെ അതും കൂടെ ജസ്റ്റ് ചെക്ക് ചെയ്യുക. യൂളർ ഫസ്റ്റ്